ഇന്നത്തെ യാത്ര കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്തിൽ മലപ്പച്ചേരി ഗംഗാധരൻ നമ്പ്യാരെ പരിചയപ്പെടാനാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറമാൻ നമ്മുടെ ബ്രോ എൻ്റെ കൂടെയുണ്ട്. പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ ശില്പങ്ങളും ചിത്രങ്ങളും തീർക്കുന്ന ഗംഗാധരേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക്. ിറ്റിപ്പുളി നമ്മ പറയും. ടിറ്റിപ്പുളി നമ്മളെ ഭാഷയിൽ. പിന്നെ ഇത് വെള്ളക്കൊമ്പൻ. വെള്ളക്കൊമ്പൻ. മുയല്. പടക്കോഴി. പടക്കോഴി. പിന്നെ കാട. കാട. പുള്ളിക്കുയിൽ. പുള്ളിക്കുയിൽ. പരുന്ത്. പരുന്ത്. പിന്നെ തത്ത. തത്ത. ഇതൊരു പുള്ളിക്കുയിൽ വേറെ. ഇത് കൊക്ക്. കൊക്ക്. കൊക്ക് തെർമോകളാ. അത് ചെറിയ ഭൂമിയുടെ കണ്ട എങ്ങനെയാ. ഇത് ടിറ്റിപ്പുളി. ഇത് താറാവ്. ഇത് താറാവ്. അതെ അതെ അതെ. ഇത് കോഴി. ഇത് പന്നി. പന്നി. പന്നി സൂപ്പർ. വെള്ളപ്രാവ്. വെള്ളപ്രാവ്. പൊന്മാൻ. അരിപ്രാവ്. അരിപ്രാവ്. കൊക്ക്. കൊക്ക്. മാടപ്രാവ്. മൈനകൾ 2 മൈന. ആമ. ആമ. എലിയുണ്ടോ? എലിയുണ്ട്. എലിയുണ്ട്. എങ്ങട്ടാ പണ്ട് മുതലേ ഇങ്ങനെ ആക്കുന്നുണ്ടല്ലേ? പണ്ട് മുതലാണ്. ഞാൻ കൽപ്പണിയാണ് എന്റെ മെയിൻ പണി. കൽപ്പണി. ഇപ്പൊ പിന്നെ കൽപ്പണി പിന്നെ പോയില്ല, വയസ്സായില്ലേ. അതിന്റെ ശേഷം പിന്നെ പുസ്തകം എപ്പോഴും വായിക്കുന്നുണ്ട്. ഇപ്പോഴും വായിക്കുന്നുണ്ട്. കുറെ പുസ്തകം ഉണ്ടാവും വായിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ പുസ്തകം വായിക്കുമ്പോ ഇങ്ങനെ കലയുടെ ഇങ്ങനെ
തോന്നി അങ്ങനെ ഇങ്ങനെ ആക്കാതെ ഇങ്ങനെ രൂപങ്ങളാക്കാതെ തോന്നിയപ്പോ ആദ്യം ഉണ്ടാക്കിയ ആനേനെയാണ്. ആനേനല്ലേ? അതിന്റെ വയറ്റിൽ 350 ലിറ്റർ വെള്ളം പിടിക്കും. ടാങ്ക് കാണാൻ ആന, അതൊരു വെറൈറ്റി തന്നെ. പ്രിയപ്പെട്ടവരെ, അതാണ് ഗംഗാട്ടന്റെ ആനശില്പം. പിന്നെ ഇനി കുറെ എന്തെല്ലാം പ്രത്യേകതയുണ്ട്, അത് ഗംഗാട്ടനോടോ ചോദിക്കാം നമുക്ക്. ഗംഗാട്ടൻ അതിന്റെ ഒരു പ്രത്യേകത ഒന്ന് നമുക്ക് പരിചയപ്പെടുത്തി തന്നെ. പ്രത്യേകത ഇനി വീട്ടുകാരെ വെള്ളം നിറച്ചാല് ഇതിലെ കൂടെ ജലധാര ഇങ്ങനെ വരും. വെള്ളം നിറച്ചാൽ മുകളിലോട്ട് തിരിച്ചാൽ മതി. അപ്പൊ ജലം ഇങ്ങനെ പൂത്തിരി പോലെ കാണാൻ പറ്റും. ഇപ്പൊ വെള്ളം നിറച്ചിട്ടില്ല. വെള്ളം നിറച്ചാൽ കാണാം. വീട്ടുകാരെ വേണം വെള്ളം. അപ്പൊ ഇതിന്റെ അകത്ത് ഇത് ടാങ്ക്, അതിന്റെ ടാങ്ക് അതിന്റെ അകത്ത് നല്ല ഇരുമ്പിന്റെ ഡ്രമ്മായില്ലേ? ശരിയാ. കിട്ടോ? അതിന്റെ മേലെ കമ്പി വന്നില്ലാതെ നിന്നില്ല അല്ലേ? ഇതൊക്കെ പുറത്ത് വരുന്ന ഭയങ്കര പ്രത്യേകതയില്ല ആനയെന്ന് കേട്ടോ. വെള്ളം കീറ്റുന്ന ആന. തുമ്പിക്കൈയിൽ നിന്ന് ആ വെള്ളം വരുന്നല്ലേ? ഇത് ഉണ്ടാക്കുന്ന എല്ലാ പാഴ്വസ്തുക്കളല്ലേ? പ്രകൃതിയിൽ പറക്കിയെടുത്തിട്ട് അല്ലേ? പിന്നെ ഈ കൊക്കിനെയും നോക്കും ശരിക്കും. ആദ്യം നമ്മൊന്ന് വീക്ഷിക്കും. ഒന്ന് വീക്ഷിക്കും. നമ്മൾ മനസ്സിലാ ചിത്രം വരണ്ടേ? മനസ്സിലൊപ്പിയെടുക്കണം. ഇപ്പൊ ഇനിയിപ്പോ ആക്കാൻ പോകുന്നത് ഇതാണ്. അയ്യപ്പനും ഇതേപോലെ ആക്കും. പുലിയുടെ വീട്ടിൽ ഇരുന്നിട്ട് ഇതിന്റെ പണിപ്പരയിലാണ് ഇപ്പൊ അതിന്റെ വർക്കിലാന്നില്ലേ? അല്ലേ? ഇതുപോലെ ആവണം. പുലിയുടെ മേലെ ഇരുന്ന അയ്യപ്പൻ. കേട്ടാ, അത് ചിത്രമെല്ലാം കുറെ വീടുകളല്ലേ? ഇത് നമ്മള് പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തും. ഇത് ഈ വീട്ടിൽ ഞാൻ 5 കൊല്ലം താമസം ഉണ്ടായി. അതെയാ? അവിടെ കാര്യം നോക്കാൻ ചെറുപ്പത്തിൽ പണിക്ക് പോയത്. അങ്ങനെ ഇപ്പാണ് ഇതിന്റെ ഓർമ്മ വന്ന്. ഓർമ്മ മനസ്സിലാക്കി ചിത്രം പറഞ്ഞാകുമ്പോ ഇതിനിടെ വരച്ചിട്ട് ഇപ്പൊ ഒരു 5 മാസം. അപ്പൊ 45 കൊല്ലം മുമ്പേ ഓർമ്മ. പഴയ തറവാടല്ലേ? പഴയ തറവാട്. മോഹൻലാൽ ഷൂട്ട് ചെയ്ത് മറ്റേ വടക്കുന്നാഥ്. ഏച്ചിക്കാരൻ തറവാട്. ഏച്ചിക്കാരൻ പറയുന്നുണ്ട്. ഇത് കല്യാണം തറവാട്. കല്യാണം തറവാട്. വീടിനാണ് വടക്കുന്നാഥ് ഷൂട്ട് ചെയ്ത് തറവാട്. ഇത് ഇതിന്റെ മറുവശാണ്. അതിന്റെ മറ്റേ ഭാഗം വീടിന് പിന്നെ മീനമാസത്തിലെ സൂര്യൻ ഈ പൂമുഖത്ത് ഇരുന്നിട്ടാണ് കരമന ജനാർദ്ദൻ നേരെ അഭിനയിച്ചത്. ജന്മീരഭാവം ഇടി ഇരുന്നിട്ടാണ്. എനിക്കെല്ലാം ഓർമ്മയുണ്ടാ. സിനിമ കണ്ടിനാ. അപ്പൊ വീടിനാണ് അഭിനയിച്ചത്. അതെ അല്ലേ? 2 വീട്. മറ്റേ വീട് മറ്റേ തറവാട് അല്ലേ? ഇത് കണ്ണൂരിലെ സ്ഥലമാണ്. കണ്ണൂർ ചാല. അമ്മൂപ്പറമ്പ് എന്നെല്ലാം പറയും. ഇവിടുന്ന് പറയുന്നത് ഇവിടെ അമ്മൂപ്പറമ്പായി. പിന്നെ ഇവിടെ ചാല അമ്പലത്തിന് ഇങ്ങോട്ട് പറഞ്ഞ ഈ റോഡിൽ ഇവിടെ. ഇത് പിന്നെ കരിങ്കലിന്റെ കട്ടാണ്. പാലത്തിന് പകരം കരിങ്കലിന്റെ. ഇതിന്റെ വീട്ടിൽ തീവണ്ടി ഇങ്ങനെ വരും. ഇതിലൂടെ പോയാലും എടക്കാട്, കണ്ണൂർ, തലശ്ശേരി ഇങ്ങനെ പോകും. ഇത് മഞ്ഞമ്പതിക്കുന്നിന്റെ ആദ്യത്തെ കാഴ്ചയാണ്. താഴെ ഭാഗമില്ല. പഴയ കാഴ്ച. മഞ്ഞമ്പതിക്കുന്നിന്റെ ഒരു പഴയ കാഴ്ച. ഇത് കക്ക എന്ന സാധനം. ഇത് റോസാ പുഷ്പത്തിന്റെ രൂപാക്കി കക്ക. ഇത് ചെമ്പരത്തി. ഇത് ചെരത്തിന്റെ പൂവാണ്. മനസ്സിലായോ? ചെരങ്ങേര. മത്തൻ. ചെങ്ങമ്പുഴ വായിക്കുന്ന പുസ്തകങ്ങളല്ലേ? ചെങ്ങമ്പുഴയുടെ 2 വരി കവിത പറയണ. പറഞ്ഞോളൂ. രക്തപുഷ്പത്തില് ഇയാള് ചോരയില്ലാത്ത മുഖവുമായി നിൽപ്പോരാരു നീ, രൂപമെടുത്ത ദാരിദ്ര്യത, മർത്യപദത്തിന് അവകാശവാദത്തിന് അസ്ഥിയും തോലുകൊണ്ട് നിനക്കിനി. പിന്നെ പ്രത്യേക കാര്യം, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ശില്പങ്ങൾ സെയിൽ ചെയ്യുന്നതായിരിക്കും. കാസർഗോഡ് ജില്ലയിൽ മടിക്കൈ മലപ്പച്ചേരിയാണ് ഗംഗാട്ടൻ്റെ ഈ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വന്നാൽ ഏത് സമയത്ത് തുറന്നു കിടക്കുന്നതാണ്, എല്ലാവർക്കും കാണാവുന്നതാണ്. എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ. ദ സഫാരി.